എല്ലാവർക്കും നമസ്കാരം. മീഡിയ ഡിക്ഷണറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡോക്സിങ്ങിനെ കുറിച്ചാണ്. ഡോക്സിങ് എന്ന് പറയുന്നത് ഇന്നത്തെ ഓൺലൈൻ വേൾഡിൽ വളരെ സീരിയസ് ആയുള്ള ഒരു പ്രോബ്ലമാണ്. സിമ്പിളായി പറഞ്ഞാൽ ഒരാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അവരുടെ പെർമിഷൻ ഇല്ലാതെ പബ്ലിക് ആക്കുന്നതാണ് ഡോക്സിങ്. ഇതുപോലെ നെയിം, ഫോൺ നമ്പർ, വീട് അഡ്രസ്, ഫോട്ടോസ്, ഫാമിലി ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യുന്നത് ഇതിൽ വരും. ഇപ്പോ നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ് അല്ലെ? ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ഫേസ്ബുക്ക് ഒക്കെ. പക്ഷെ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമ്മളെ പ്രൈവറ്റ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു. ഇത് വേറെ ആൾക്കാർ മിസ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചില സമയത്ത് ഒരു ചെറിയ വഴക്കോ അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ ചിലർ ഇത് റിവെഞ്ച് ആയിട്ടും യൂസ് ചെയ്യും. അപ്പോൾ ആൾക്കാർ ഇത് ഡീറ്റെയിൽസ് ലീക്ക് ചെയ്യാനും ചാൻസസ് ഉണ്ട്. ഇത് വിക്ടിമിനെ വളരെ സ്ട്രെസ് ആക്കും. അവർക്ക് ഭയം തോന്നും, പുറത്തു പോകാനും പറ്റില്ല. ഇതൊക്കെ ഒരാളുടെ ലൈഫ് തന്നെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഡോക്സിങ് ഒരു സീരിയസ് ആയ സൈബർ ക്രൈമാണ്. ഇതിന് പണിഷ്മെന്റും ഉണ്ട്. അപ്പോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ്, നമ്മളുടെ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുക. എല്ലാം പബ്ലിക്കായി ഷെയർ ചെയ്യരുത്. ഫോൺ നമ്പർ, അഡ്രസ് പോലത്തെ സെൻസിറ്റീവ് ഇൻഫോർമേഷൻ അവോയ്ഡ് ചെയ്യണം ഷെയർ ചെയ്യണത്. സ്ട്രോങ് പാസ്വേഡ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനും ഓൺ ആക്കുക. അറിയാത്ത ലിങ്ക്സ് ഓപ്പൺ ചെയ്യരുത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഒരാൾ ഇതിന്റെ വിക്ടിമായാൽ പാനിക് ആവരുത്. ഉടനെ തന്നെ ആ കണ്ടന്റ് റിപ്പോർട്ട് ചെയ്യണം. സൈബർ പോലീസിനെ ഇൻഫോം ചെയ്യണം. എവിഡൻസ് പോലെ സ്ക്രീൻഷോട്ട് സേവ് ചെയ്ത് വെക്കണം. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇന്റർനെറ്റ് നല്ലൊരു സ്പേസ് ആണ്, പക്ഷെ നമ്മൾ അത് കെയർഫുൾ ആയി യൂസ് ചെയ്യണം. വേറെ ആളുടെ പ്രൈവസി റെസ്പെക്ട് ചെയ്യണം. ഒരാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ലീക്ക് ചെയ്യരുത്. അത് ഫണ്ണല്ല, അതൊരു സീരിയസ് ഇഷ്യൂ ഉണ്ടാക്കും. ഒരിക്കൽ ഇന്റർനെറ്റിൽ ആ ഇൻഫോർമേഷൻ പോയാൽ അത് തിരിച്ചെടുക്കാൻ വളരെ കഷ്ടമാണ്. അപ്പോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും അറിയിക്കുക. നന്ദി, നമസ്കാരം.